വോട്ടർ പട്ടിക പരിഷ്കരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപ്പിലാക്കാമെന്ന സുപ്രീം കോടതി. വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ കമ്മീഷന് അധികാരമുണ്ടെന്നും വിധി. കെ.ജെ. ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തായാലും SIR സംബന്ധിച്ച് സുപ്രധാന വിധിയെത്തുമ്പോൾ എന്തെല്ലാമാണ് കോടതി നിരീക്ഷിച്ചത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാനമായ ഒരു വിധി തന്നെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരു ആശ്വാസമായ ഒരു നടപടിയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് പലരും ബീഹാറിൽ നിന്നുൾപ്പെടെയുള്ളവർ ഈ കോടതിയിലെത്തി പരാതി രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഹർജികളെല്ലാം നൽകിയിരുന്നു. കാരണം ഈ SIR മുഖേന പലർക്കും ഈ വോട്ട് ഇടാൻ കഴിയുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനമെല്ലാം ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു കുറച്ച് നാളുകളായി ഈ വാദപ്രതിവാദങ്ങൾ നടക്കുകയും കഴിഞ്ഞ ജൂലൈ 29-നായിരുന്നു ഇതിൻ്റെ വിധി പറയാനുള്ള ദിവസം. പക്ഷേ അത് മാറ്റി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് വിധി ഉണ്ടായിരിക്കുന്നത്. കൃത്യമായി തന്നെ SIR നടപ്പിലാക്കുവാൻ ഭരണഘടനാ പ്രകാരം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവകാശമുണ്ടെന്ന സുപ്രധാനമായ ഒരു വിധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പലരും നാം മുൻപ് തന്നെ കണ്ടിട്ടുണ്ട്. ബീഹാറിൽ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന SIR നടപ്പിലാക്കിയപ്പോൾ അത് തടയിടണമെന്ന് ബന്ധപ്പെട്ട് ഹർജികൾ നൽകിയിരുന്നു. അപ്പോൾ അതിനനുകൂലമായല്ലായിരുന്നു അന്ന് പ്രതികരണങ്ങൾ ഉണ്ടായത്. അപ്പോൾ ആ പ്രതികരണങ്ങൾക്ക് സമാനമായി തന്നെയാണ് ഇപ്പോൾ ഒരു വിധിയും വന്നിരിക്കുന്നത്. അനധികൃതമായി കടന്നുകൂടിയവരെയും അതോടൊപ്പം തന്നെ സംശയമുള്ളവരെയും എല്ലാം ഇതിൽ നിന്നും പുറത്താക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിൽ കൃത്യത വരുത്താം. തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ കൃത്യത വരുത്താനുള്ള ചുമതല തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. അപ്പോൾ ആ ചുമതലയുമായി മുന്നോട്ട് പോകാമെന്ന അനുകൂലമായൊരു നിലപാടാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. ബീഹാറിന് പിന്നാലെ തന്നെ നാം കണ്ടതാണ്. ബംഗാൾ ഉൾപ്പെടെ ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ഇത്തരം വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയല്ല ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയെന്നോണം തന്നെ ഇപ്പോൾ ഗുജറാത്തിലും അതോടൊപ്പം തന്നെ പഞ്ചാബിലുമെല്ലാം ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുകയാണ്. എന്തായാലും അപ്പോൾ ആ മുന്നോട്ടുള്ള നീക്കങ്ങൾക്ക് ഒരു ഊർജം പകരുന്ന വിധി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിരിക്കുന്നത്. ശരി, എന്തായാലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപ്പിലാക്കാമെന്ന സുപ്രീം കോടതി വിധി വരികയാണ്. വോട്ടർ പട്ടിക പരിഷ്കരിക്കാൻ കമ്മീഷന് അധികാരമുണ്ടെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. കെ.ജെ. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.